എന്താണ് ഒരു മൂകത മരിച്ച വീട്ടിൽ ചെന്ന മാതിരി? അതൊന്നുമില്ല, മറ്റേ പെണ്ണുണ്ടല്ലോ ഹീത, അവള് പറഞ്ഞു ഇവന്മാരോട് കുടി നിർത്താൻ. കുടി നിർത്തേ? പെണ്ണുങ്ങൾ അങ്ങനെ പലതും പറയും, പക്ഷെ നമ്മൾ കുടി നിർത്തരുത്. രണ്ടെണ്ണം അടിച്ചില്ലേ പിന്നെ ആണാന്നും പറഞ്ഞിട്ട് എന്തേലും കാര്യം. അത് ശരിയാ, അതാണല്ലോ ഇവർക്ക് ആകെയുള്ള സന്തോഷം. നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അല്ലേ, നാളെ അതിർത്തിയാ പോരെ. ഞാനും പറയണേ, ഇന്ന് എന്തായാലും ശനിയാഴ്ച, നാളെ ഞായറാഴ്ച നിർത്താൻ പറ്റില്ല, പിന്നെ തിങ്കളാഴ്ചയാണ്. തിങ്കളും ചൊവ്വയും നിർത്താൻ ഒരു സുഖമില്ല. പിന്നെ വ്യാഴം വെള്ളി ഇവന് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ എന്തായാലും ബുധനാഴ്ച അത് നമുക്ക് നല്ലൊരു പണിക്കരുടെ അടുത്ത് പോയിട്ട് ഒരു ഡേറ്റ് നോക്കിയിട്ട് എന്തിന്റെ ചെലവാന്ന് സാധനം എന്തിനാ ഇതോ? അയ്യോ, എനിക്ക് സന്തോഷമുള്ള ദിവസമല്ലേ. എനിക്ക് പെണ്ണ് ശരി. ഓനക്ക് പെണ്ണ് ശരിയായിന്ന്. ആര് ഏടുമ്പോൾ അന്ന് പെണ്ണ് കാണാൻ പോയ വീട്ടിലൊരു കുട്ടിയില്ലേ, വെളുത്തിട്ടുള്ള മറ്റേ വഴി ഓപ്പറേറ്റ് ചെയ്ത് സംഭവം ഒക്കെ പൊളിക്ക്. പറഞ്ഞ സ്ഥിതിക്ക് ഓള് ഓളങ്ങനെ പലതും പറയും. ബുധനാഴ്ച ഈ വിട്ടില്ലേ, അവനോട് ഇന്ന് തുടങ്ങണോ? അടിക്കാൻ പറ്റൂല. ഓൻ അടപ്പിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അടിച്ചൂട്. ഇവിടെ ഈ മാഹിയില് ഒരു ഡി അഡിക്ഷൻ സെന്റർ, അതാണല്ലോ അവളുടെ ലക്ഷ്യം. ആണോ? നമ്മളെ കൊണ്ടൊരു മണ്ണാങ്കണ്ടി സാധിക്കാൻ പോകുന്നില്ല. അപ്പൊ അതെങ്ങനെ നടത്തുന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. സ്നേഹിച്ച പെണ്ണിന് വേണ്ടി താജ്മഹൽ പണിത് കൊടുത്തില്ലേ മറ്റേ കാർന്നോര്, അപ്പൊ ഇതെന്തായാലും നടക്കൂല. അതൊക്കെ എളുപ്പമാടോ കാശുണ്ടെങ്കിൽ. എന്താ ഒരു വഴി? അത് ഏത് വഴിയാണെങ്കിലും നിങ്ങൾ ആ വഴി പോയിക്കോ, ഞാൻ ഇപ്പുറത്തെ വഴി കൂടി പോവാണ്. അതല്ലടോ, മാഹിക്കാരുടെ സ്വന്തം ആഭ്യന്തരമന്ത്രി ഭാഗ്യനാഥ് സാർ, അദ്ദേഹം വിചാരിച്ച നടക്കും. സീറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു, അത് നമുക്ക് ശരിയാക്കാം സാർ. ഞങ്ങൾ അഴിയൂർ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന സാർ. നാളെ ഒരു ഉദ്ഘാടനം സാർ, മറക്കരുത്. ആയിക്കോട്ടെ. ഓക്കെ സാറേ, ഈ മോന്താല് ബോട്ട് ജെട്ടിന്റെ പെർമിഷന് വേണ്ടിയിട്ടായിരുന്നു. സാറേ, ബൈപ്പാസിന് സ്ഥലം കൊടുത്തതാ, ഇതുവരെ ഇത് വെച്ചോളൂ. ഓക്കെ സാർ. ഓഫീസിൽ വന്നാൽ മതി കേട്ടോ. വിളിച്ചിരുന്നു അല്ലേ? പി എ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർ, ഞങ്ങളൊന്ന് സഹായിക്കണം. എന്താ? അതായത് മാഹിയിലൊരു ഡി അഡിക്ഷൻ സെന്റർ. ഇരിക്കും. നിങ്ങളുടെ ആശയമൊക്കെ നല്ലതാ, പക്ഷെ മാഹിയിൽ അത് നടക്കില്ല. സാർ ഉദ്ദേശിക്കുന്നത് കലേഷിനെ പോലുള്ളവരെയാണോ? അതൊരു നിസ്സാരക്കാര്യമല്ലല്ലോ. ജനങ്ങൾ അവർക്കൊപ്പാ. അവരുടെ വോട്ട് വാങ്ങി വിജയിക്കുന്നു. ഞാൻ എങ്ങനെയാ നേരിട്ട് വിഷയത്തിൽ ഇടപെടുക? രാഷ്ട്രീയമല്ലടോ. സർ, ഈ ജനങ്ങളില് ഞങ്ങളും പെടില്ലേ സർ? രോഗികൾ കൂടുമ്പോ ആടെ ആശുപത്രി വരാറില്ലേ? അതുപോലെ മദ്യപാനങ്ങൾ കൂടുന്ന ഈ മാഹിയില് ഒരു ഡി അഡിക്ഷൻ സെന്റർ വേണ്ടേ സർ? ഈ മാഹി എന്ന ഇട്ടാവട്ടം വെറും 9 സ്ക്വയർ കിലോമീറ്ററിലാണ്. അവിടെ 67ഓളം ബാറുകളും ലിക്കർ ഷോപ്പുകളും ഉണ്ട്. മദ്യത്തിന് ഇത്രയും വില കുറവുള്ള സ്ഥലം അടുത്തുണ്ടാവുമ്പോൾ ജനങ്ങൾ കുടിക്കുന്നത് സ്വാഭാവികമല്ലേ? പിന്നെ ഡി അഡിക്ഷൻ സെന്റർ ഗവൺമെന്റിന്റെ വരുമാനവും ഒരു ഘടകമല്ലേ? അത് ശരിയാ. ഒരു ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ഓരോ പൗരന്റെ കടമയാണ്. അതുകൊണ്ടല്ലടാ ഞാൻ ഡെയിലി അടിക്കണേ. ഇതിനാദ്യം വേണ്ടത് ജനങ്ങളെ നമ്മളോടൊപ്പം നിർത്തുക എന്നതാണ്. പിന്നെ പറ്റിയ സ്ഥലം, അതിനുള്ള ലൈസൻസ്, എല്ലാം കൂടെ ഒരു 19 ലക്ഷം രൂപ ചെലവ് വരും. അത് നിങ്ങൾ കണ്ടെത്തണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എതിര് നിൽക്കുന്നത് ഇവിടുത്തെ മദ്യ മാഫിയകളോടാണ്. സാറ് ഞങ്ങളുടെ കൂടെ നിന്നാ മതി. നിങ്ങളൊക്കെ പിള്ളേരല്ലേ, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുക. മന്ത്രിയാണെങ്കിലും വിവരമുണ്ട്. എന്നാ ശരി. എന്താ ചെയ്യാ? അല്ല മനു, അപ്പൊ നമുക്ക് ആദ്യം ഒരു അക്കൗണ്ട് തുറക്കണം, പിന്നെ ഒരു FB പേജും. ഷെയർ ചെയ്യുന്ന കാര്യം ഞാൻ. അതിലൂടെ മാഹിയിലെ സോമനടിക്കാരെ തേടിയുള്ള ഒരു യാത്ര. മദ്യപാനികളെ എന്റെ പൊന്നു മോനെ, രാവിലെ മുതൽ തൊഴാൻ തുടങ്ങി. ഒറ്റ കുടീനെ കാണാൻ പറ്റില്ലല്ലോ. എന്റെ ഫോണിന്റെ ചാർജ് ഇരുന്നട്ടാ. ഇതിപ്പോ നായിനെ കാണുമ്പോ കല്ല് കാണാന്ന് പറഞ്ഞ മാതിരി നമ്മളെ ഇയാളെ എടുത്ത ആസ്ഥാന കുടിയനാ. മാങ്ങാത്തൊലി പാട്ട് തന്നെ പാടിയത്. പോവാ.
ക്യാമറ ഓൺ. തങ്കമ്മ പെണ്ണുണ്ട് ബാറിൽ. തങ്കമ്മ, അയ്യോ, അയ്യോ, തങ്കമ്മ പെണ്ണുണ്ട് സ്ഥിരം പാട്ടായല്ലോ, ബാറിൽ. നല്ല രസമുള്ള നല്ല ബെഞ്ച്. ഇതാരാണ് ഇവിടെ കൊണ്ടിട്ട? അയ്യോ, പൊക്കം കൂടി പോയടാ ഈ ബെഞ്ചിന്. ഇവിടെ ഇത്രയും കാലം കുടിക്കാന്നല്ലാണ്ട് കുടിയന്മാരെ സൗന്ദര്യം കാണിപ്പഴാ. അയാൾക്ക് എന്തൊരു വിഷമം ഉണ്ടോ, അല്ലാണ്ട് അയാൾ ഇങ്ങനെ ആവൂല. ആണോ? ഇതിൽ ഞാൻ എല്ലാം അയാളത് മറിച്ചിടുവോ? എടുത്തിട്ട് പോസ്റ്റ് ചെയ്യട്ടെ. അയാളുടെ വീട്ടിലെ കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നത്. അതിന് വീട് കണ്ടുപിടിക്കണം. ഈ കുടിയന്മാർക്ക് കുടിയന്മാരെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഞാൻ ചോദിച്ചിട്ട് വരാം. കാണാൻ എന്തൊരു ചേല്. ചെല്ല്. അവള് തരണ കുപ്പിയിൽ റമ്മല്ല തേനാണ് പൊന്നളിയ. തങ്കമ്മ പാട്ട് പെണ്ണുണ്ട് നിർത്തുക. ഒരു കാര്യം പറയാണ്ട്. ഇപ്പോഴാണ് ലൈവ് ആയത്. അടിപൊളി. ലൈക്സ് ഒന്നും തുടങ്ങിട്ടാ. നിങ്ങളെ രക്ഷിക്കാൻ വന്ന എന്നെ വേണം തല്ലേ. ആദ്യം നീ നിന്നെ രക്ഷിക്കണ, ഇല്ലെങ്കിൽ ഇതുപോലെ കിട്ടും. എന്താ അടിയാണ്ട് അടിച്ച്? പല്ലു പോയോ? ആ നോക്ക്, പല്ലു പോയി. ഇതന്നെ വീട് കറക്റ്റ്. തങ്കമ്മ പെണ്ണെ വാടി. വീട് നമുക്ക് ഒരു കാര്യം മിസ്സാവരുത് കേട്ടോ, കംപ്ലീറ്റ് എടുക്കണം. ഇയാളുടെ നശിച്ച കുടി. എന്താടി എന്താടി നിന്റെ കുടുംബത്തിൽ കൊണ്ടുവന്നാണ് കുടിക്കണേ? മക്കളെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അയ്യോ, എന്താ ഏട്ടാ അത്? എന്തായി ചെയ്യുന്നേ? മകളെ നിന്റെ മകളാ, നിന്റെ മകളാ. കൊണ്ടുപോയി കൊണ്ടുപോ. തീർന്നോ? ഇയാളെ കൊണ്ട് ഏച്ചി ഒരു മിനിറ്റ്. ഏച്ചി ഓട്ടൻ എന്നും എങ്ങനെയാണോ വരുന്നത്? നമുക്ക് നിർത്തണ്ടേ? എങ്ങനെയെങ്കിലും ഇത് നിർത്തിയില്ലെങ്കിൽ ഞാനും മക്കളും കഷ്ടപ്പെടും. പിന്നെ ഹലോ, ഇന്നെ ഓർമ്മ ഉണ്ടോ? ആടാ നീ ആടാ? ഇന്നിന്റെ മുഖത്തടിച്ച് മറന്നോ നിങ്ങള്? അല്ലേ ചി, ശരിക്കും ഇയാക്കെന്താ ജോലി? ഗാനമേള ട്രൂപ്പൊക്കെ നടത്തിയിരുന്നത് കുടിച്ചെല്ലാം നശിപ്പിച്ച്. നല്ല ശ്രുതി. മക്കളുടെ കാര്യം. ഞങ്ങള് മാഹിയിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങാൻ വേണ്ടിട്ട്, അതായത് ഈ മദ്യപാനികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോ ഏച്ചിയെ പോലുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് വന്നതാ. അപ്പൊ കണ്ടില്ലേ, ഇത്തരത്തിലുള്ള ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാഹിയിലൊരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങാനുള്ളൊരു പദ്ധതിയിലാണ് ഞങ്ങൾ. ഈ ഒരു ശ്രമത്തിന് നിങ്ങളുടെ സഹായം വേണം. നിങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ തരുന്ന അക്കൗണ്ടിലേക്ക് അയക്കുക. ഞങ്ങൾ ഇറങ്ങിയില്ലേ, നിങ്ങളും ഒപ്പം ചേരും. നിങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ തരുന്ന അക്കൗണ്ടിലേക്ക് അയക്കുക. അതുകൊണ്ട് മാത്രം അക്കൗണ്ടിലേക്ക് പൈസ വരണമെന്നില്ല. കുറച്ചൊക്കെ വന്നു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം, അല്ലേ? കുറച്ചൊക്കെ പൈസ ഞാൻ എന്റെ പരിപാടികളിലൂടെ സമ്പാദിച്ചിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ അക്കൗണ്ടിലിട്ടിന്. അതൊക്കെ എത്രയെന്ന് വെച്ചിട്ടാ? ഒരു 6 ലക്ഷത്തോളം രൂപയേ ഉള്ളൂ എന്റെ ഇത്രയും കാലത്തെ സമ്പാദ്യ. എനിക്ക് അതെങ്കിലും ഉണ്ട്. എൻ്റെ കാര്യം നോക്ക്, സ്വയംഭം ചീത്തപ്പേരാ. നാടിന് കൊള്ളാത്തവൻ, വീടിന് കൊള്ളാത്തവൻ, അങ്ങനെ അങ്ങനെ അങ്ങനെ. അല്ല, അതൊരു ക്രെഡിറ്റ് തന്നെ അല്ലേ? അതെ, പണ്ട് ചീത്തപ്പേരുണ്ടാക്കിയവരെല്ലാം നല്ല ചീത്തപ്പ ആരാധിച്ച നാടാ നമ്മളെ. മനസ്സിലായ? ഇന്നലെ എന്ത് എന്നുള്ളതല്ല, ഇന്ന് എന്ത് എന്നുള്ളതാണ് ഓര് നോക്കുക. കേട്ടിട്ടില്ലേ പണ്ട് രത്നാകരൻ എന്നുള്ള ബ്ലഡി കാട്ടുവാസി രാമായണം രചിച്ചതും വാത്മീകിയായതൊക്കെ? ഓക്കെ ഓക്കെ, എന്നാ പിന്നെ ഞാനൊരു വാൽമീകാവാ അല്ലേ? കാശികന്റെ പെങ്ങളുടെ കല്യാണത്തിന് കൂടാന്ന് വാക്ക് കൊടുത്തു പോയി. അതോടെ നിർത്താം. ലൈഫിൽ അവസാനത്തെ വല്ലടി നമ്മുടെ സോമനടി. ഓക്കെ ഓക്കെ, പക്ഷെ പ്രോമിസ് പ്രോമിസ്. നോക്കട്ടെ.